ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, ഒരു വനമേഖലയിലാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് വനങ്ങളുടെ പേരിൽ പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ, നിലമ്പൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂർ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന, അതായത് സഹപ്രവർത്തകർ, റിട്ടയർ ചെയ്തവർ കുറച്ച് പേരുണ്ട്, ടീച്ചേഴ്സ്. അവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിലമ്പൂർ കാണാൻ വന്നോളൂ. ഇത് നിലമ്പൂരിലെ അരുവാക്കോട് എന്ന സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ 9:15 ആയിട്ടുണ്ട് സമയം. പ്രസിദ്ധമായ കനോലി പ്ലോട്ട് സന്ദർശിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ ആദ്യം ഈ കെട്ടിടത്തിനായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തുന്നതിന് അല്പം മുമ്പായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പാർക്കിംഗ് ഇവിടെയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പുതിയ ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് നടക്കാം. ഇതുപോലുള്ള വാക്ക് വേകൾ ഈ പ്ലോട്ടിനുള്ളിലുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിലൂടെ നമുക്ക് നടക്കാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ചാലിയാറിന് അക്കരെയാണ് കനോലി പ്ലോട്ട്. അങ്ങോട്ടിപ്പോൾ ജങ്കാർ സർവീസ് ഉണ്ട്. അത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ്. കൂടാതെ പാർക്കിംഗ് ഫീസുമുണ്ട്. 2 വീലർ ആണെങ്കിൽ 10 രൂപ, 4 വീലറിന് 25 രൂപ. ജങ്കാർ സർവീസ് നടത്തുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് അതിന് ഒരാൾക്ക് 50 രൂപയുടെ ടിക്കറ്റ് വേറെയും എടുക്കണം. അരുവാക്കോട്ടെ വുഡ് കോംപ്ലക്സ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ ബിൽഡിങ്സ് അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ കെട്ടിടങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല. കനോലി പ്ലോട്ടിലേക്ക് മുമ്പ് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. 2019 വെള്ളപ്പൊക്കത്തിൽ ആ തൂക്കുപാലം ഒലിച്ചുപോയി. പിന്നീട് ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് നിർത്തിവെച്ചു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുതിയ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. നടന്ന് ഞങ്ങൾ ജങ്കാറിനടുത്തെത്തി. ഇനി അതിൽ കയറാൻ പോവുകയാണ്. കുറേ പേര് കയറി കഴിഞ്ഞു. ലൈഫ് ജാക്കറ്റ് ഇട്ടാലേ ജങ്കാർ മുന്നോട്ട് പോകൂ. ചാലിയാർ പുഴ ഇപ്പോൾ ശാന്തമായിട്ട് ഒഴുകുകയാണ്. ഈ ഭാഗത്ത് നല്ല വെള്ളമുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഞാനും ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടു. കെട്ടി വലിക്കുന്ന ജങ്കാറാണിത്. ഇവർ കയറ് വലിക്കുന്നതിനനുസരിച്ച് ജങ്കാർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ കരയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. ഈ കുറ്റിയിൽ ജങ്കാറിനെ കെട്ടിയിടണം. ഇന്നത്തെ ദിവസം കനോലി പ്ലോട്ടിലേക്ക് ആദ്യം വരുന്നത് ഞങ്ങളാണ്. ജങ്കാറിൽ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ജീവനക്കാരുമുണ്ടായിരുന്നു. അവർ ആദ്യം കനോലി പ്ലോട്ടിലേക്ക് കയറിപ്പോയി. എന്തിനാണെന്നല്ലേ, അവിടെ ആനയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കാനാണ്. രാത്രിയിൽ ആന ഇറങ്ങാറുണ്ടത്രേ. ആന ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞങ്ങളെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത്. HV കനോലി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ തേക്കിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചത്. 1846 അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ. ഇവിടെ ഏറ്റവും വലിയ തേക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ എന്തൊക്കെയോ അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ട്, കാണാം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടീക്ക് പ്ലാന്റേഷൻ ഇതാണ്. തൂക്കുപാലം ഉണ്ടായിരുന്ന സമയത്ത് ധാരാളം സന്ദർശകർ ഇവിടേക്ക് വരുമായിരുന്നു. ഞാനും 1-2 തവണ വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും കാട് ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ കുറ്റിച്ചെടികൾ ഒരുപാട് വളർന്നു നിൽക്കുന്നുണ്ട്. തേക്ക് മാത്രമല്ല ഈ തോട്ടത്തിലുള്ളത്, വേറെയും മരങ്ങളുണ്ട്. അവരെല്ലാം ഇതാ അവിടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഫോട്ടോ എടുക്കുന്നു. ഇവിടുന്ന് ഇനി ഞങ്ങൾ പോകുന്നത് ബംഗ്ലാവ് കുന്നിലേക്കാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന റോഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റോഡ് കാണാം. ഈ റോഡ് ബംഗ്ലാവ് കുന്നിലേക്കുള്ള റോഡാണ്. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. യാതൊരു മെയിൻ്റനൻസ് വർക്കും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. മുന്നിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് നിരക്ക് അഡൽട്ടിന് 40 രൂപ, കുട്ടികൾക്ക് 15 രൂപയും സ്റ്റുഡൻസിന് 10 രൂപയുമാണ്. ആയിരത്തി 1929 ബ്രിട്ടീഷുകാർ ഈ ബംഗ്ലാവ് നിർമ്മിച്ചത്. ടിപ്പു സുൽത്താൻ്റെ സൈന്യം നാടുകാണി ചുരം വഴി വരുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ബംഗ്ലാവ് അവർ നിർമ്മിച്ചത്. മുന്നിലൊരു പോർച്ച് കഴിഞ്ഞാൽ ഒരു നീളൻ വരാന്ത. നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം. ഇവിടുന്ന് 2 സൈഡിലുള്ള റൂമുകളിലേക്കും വാതിലുകളുണ്ട്. ഈ റൂമിൽ നിന്നും പുറത്തേക്കും വാതിലുണ്ട്. സീലിംഗ് ഇതേപോലെ മരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് മറുവശത്തുള്ള റൂമാണ്. നല്ല കനത്തിലുള്ള ഗോവണിപ്പടികളാണ്. ഈ പടികൾ ഇങ്ങനെ കയറി വരുമ്പോൾ മുന്നിലുള്ള ചുവരിൽ ആകെ പേരെഴുതിയിട്ട് വൃത്തികേടാക്കിയിരിക്കുന്നു. ഇവിടെ വരുന്നവർ എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികേട് ചെയ്യുന്നതാവോ? മുകൾ തട്ടിലെ തറ മരപ്പാളികൾ പാകിയിട്ടുള്ളതാണ്. സൈഡിലുള്ള നീളൻ വരാന്ത ഈ ബംഗ്ലാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. വരാന്ത ഫുള്ളായിട്ട് ജനലുകളും മഞ്ഞയും നീലയും നിറങ്ങളിലുള്ള ചില്ലുകൾ ഈ ജനലുകൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. മുന്നിലൊരു ബാൽക്കണി. ഇവിടെയും 3 സൈഡിലും ജനലുകളാണ്. എല്ലാ ജനലുകളും തുറന്നിട്ടാലേ ഇവിടുന്ന് 3 വശത്തേക്കും സായിപ്പിന് നന്നായിട്ട് കാണാൻ കഴിയുമായിരുന്നു. നാടുകാണി ചുരത്തിലൂടെ ടിപ്പുവിൻ്റെ സൈന്യം വരുന്നുണ്ടെങ്കിലും അറിയാമായിരിക്കും. ഞങ്ങളിങ്ങോട്ട് വന്ന വഴിയും ഗേറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാം. ഇത് കണ്ടോ? ഈ വഴിയിലൂടെ ബംഗ്ലാവിലേക്ക് വരുന്നവരെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. കുറേ മുറികളുണ്ട് ഈ ബംഗ്ലാവിന്. പ്രത്യേകത എന്താണെന്നറിയോ? ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് ഡോർ ഉണ്ടാവും. ബംഗ്ലാവിനുള്ളിൽ 5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെയൊക്കെ പലയിടത്തായിട്ട് സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. 2 നിലകൾ മുഴുവനായി കാണാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും 5 മിനിറ്റ് പോരാട്ടോ. ഞങ്ങൾ കുറച്ചുകൂടി അധികം സമയം ചെലവഴിച്ചിട്ട് പുറത്തിറങ്ങി. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ സ്കൈ വാക്ക് വേ. കുറേ പടികൾ കയറിയാൽ ഒരു ലാൻഡിങ്, പിന്നെ കുറച്ചുകൂടി പടികൾ, പിന്നെയും ലാൻഡിങ്, പിന്നെ അങ്ങോട്ട് പടികളും ലാൻഡിങ്ങുമായിട്ട് ഇറക്കമാണ്. ഞാനും ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. വളരെ അടുത്തടുത്താണ് പടികൾ, അതുകൊണ്ട് തുടക്കത്തിൽ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. 140 മീറ്റർ നീളമുണ്ട് ഈ സ്കൈ വാക്ക് വേക്ക്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ
പടികൾ കയറാനും ഇറങ്ങാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാട്ടിനുള്ളിലൂടെ 140 മീറ്റർ ഈ സ്കൈ വാക്ക് വേയിലൂടെ നടക്കാം. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഞങ്ങൾ കുറച്ച് ദൂരം മാത്രം പോയിട്ട് തിരിച്ചു പോന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമായവരും പടികൾ കയറാനും ഇറങ്ങാനും പ്രയാസമുള്ളവരുമെല്ലാം ഉണ്ട്. നിലമ്പൂരിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ബംഗ്ലാവ് കുന്ന് അധികം ആരും ഉൾപ്പെടുത്താറില്ല. നിങ്ങളുടെ നിലമ്പൂർ ടൂറിൽ ഈ ബംഗ്ലാവ് കുന്ന് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ചരിത്രമുറങ്ങുന്ന ഈ ബംഗ്ലാവും ഇവിടുത്തെ സ്കൈ വാക്ക് വേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ്. കുറേ സ്റ്റുഡൻസ് ഇവിടേക്ക് വരുന്നുണ്ട്. പഠന ആവശ്യത്തിന് വരുന്നവരുണ്ട്, കൂടാതെ കപ്പിളായിട്ട് വരുന്നവരുമുണ്ട്. ഞങ്ങളിനി ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരെ പൂക്കോട്ടുംപാടം എന്ന സ്ഥലത്തൊരു ഫാമുണ്ട്, കതിർ. അവിടേക്കാണ് ഇനി യാത്ര. അപ്പോൾ ഇനി നമുക്ക് കതിർ എന്താണെന്ന് കാണാം. ഗേറ്റ് കടന്ന് എത്തുന്നത് വിശാലമായ ഒരു പാടത്തേക്കാണ്. ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം. 20 രൂപയാണ് ഒരാൾക്ക്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല. പത്ത് ഏക്കറോളം വരുന്ന ഒരു പാടമാണിത്. ഈ ഒരു സൈഡിൽ നെൽകൃഷി ഉണ്ടായിരുന്നു, കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തേവ് ചക്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലീഫുകളിൽ ചിലതൊക്കെ കേടായി പോയിട്ടുണ്ട്. പണ്ടത്തെ കാർഷിക ഉപകരണങ്ങളാണിത്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു. ഞാറ് നടുന്ന സമയത്താണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരു കോട്ടേജ്. എന്തു ഭംഗിയാ ദൂരേന്ന് കണ്ടപ്പോൾ. അടുത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ കാലുകളെല്ലാം കണ്ടില്ലേ, ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. കോട്ടേജിൻ്റെ പുറകിലായിട്ട് ഒരു കുളം കാണാനുണ്ട്. താറാവുകൾക്കുള്ള കുളമാണ്. ഇപ്പോൾ നീന്തലും കുളിയൊക്കെ കഴിഞ്ഞ് താറാവുകളൊക്കെ കരയ്ക്ക് കയറിയിരിക്കുകയാണ്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഒരു ടൂറിസമാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഇരിപ്പിടങ്ങളൊക്കെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യമായ മെയിൻ്റനൻസ് വർക്കൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. പ്രോഗ്രാമുകൾ നടത്താൻ ഒരു ഹാളും സ്റ്റേജും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ നിരവധി സ്പോട്ടുകൾ ഇവിടെയുണ്ട്. ഈ ഫാമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു തടാകമാണ്. ഇതൊരു കൃത്രിമ തടാകമാണ്. ഇതിൽ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും സൗകര്യമുണ്ട്. ഒരു വഞ്ചിയുടെ മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഡൈനിങ് ഹാളാണ്. ഞങ്ങളുടെ ലഞ്ചും ഇവിടെ നിന്നാണ്. ഈ സൈഡിൽ മറ്റൊരു ഡൈനിങ് ഹാളുമുണ്ട്. ഇവിടെ വളർത്തുന്ന മീനും താറാവും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും. 1 മണിക്കൂർ മുമ്പേ ഓർഡർ കൊടുക്കണം. കൂടുതൽ പേരുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറയണം. ഈ തടാകത്തിൽ ഒരു തുരുത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. തുരുത്തിലേക്കൊരു തൂക്കുപാലവും. തുരുത്തിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇരിപ്പിടങ്ങളുണ്ട്. വെള്ളത്തിലൊരു പാറയിലേക്കും ഒരു പാലം ഇട്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും എല്ലാം പറ്റിയ സെറ്റപ്പ്. മറ്റൊരു ഭാഗത്ത് കിഡ്സ് പാർക്ക്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് കുട്ടികൾ ആരും ഇപ്പോൾ ഇവിടെ ഇല്ല.
ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ സന്ദർശകരായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുട്ടികളായിട്ട് മാറി. 56 കഴിഞ്ഞ കുട്ടികൾ വരുന്നത് കണ്ടോ? കുട്ടികളെ മാതിരി അതാരാ പ്രേമ. വരട്ടെ വരട്ടെ വരട്ടെ. സീസോയിലാടിയിട്ടും ഊഞ്ഞാലിലാടിയിട്ടും സമയം പോയതറിഞ്ഞില്ല. ഇവിടുന്ന് മുണ്ടേരി ഫാമിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ ഇന്ന് ഫാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് അത് അറിഞ്ഞത്. ഇനി ഞങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നെടുങ്കയത്തേക്ക് പോകാം, അല്ലെങ്കിൽ തേക്ക് മ്യൂസിയം കാണാം. തേക്ക് മ്യൂസിയം കാണാമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് ഇനി അങ്ങോട്ട് പോവുകയാണ്. തേക്കുകൾക്ക് മാത്രമായി ഒരു മ്യൂസിയവും അതിനോട് ചേർന്ന ഒരു ഗാർഡനും. ഇവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് പ്രവേശിച്ചു. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുറേ നഴ്സറി കുട്ടികൾ മ്യൂസിയവും ഗാർഡനും കണ്ട് മടങ്ങുന്നത് കണ്ടോ? വരി വരിയായിട്ട് പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ആ വഴിയിലൂടെയാണ് വരേണ്ടത്. മ്യൂസിയത്തിന് മുന്നിലെ ചെരുപ്പ് സൂക്ഷിക്കാനൊരു സംവിധാനം. തേക്കിൻ്റെ വേരാണിത്. ഇത് മ്യൂസിയത്തിൻ്റെ കവാടം. മ്യൂസിയത്തിനുള്ളിലേക്ക് ഇത്തവണ ഞാൻ പോകുന്നില്ല. മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളും ഈ ഗാർഡനിലെ മുഴുവൻ കാഴ്ചകളും ഉൾപ്പെടുത്തി മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണണം കേട്ടോ. ഈ ഗാർഡൻ എത്ര കണ്ടാലും മടുക്കില്ല. ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ ഡിസൈനിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തേക്കൂ. ഈ ശില്പത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാതെ ആരും പോകാറില്ല. ഞങ്ങളും എടുത്തു ഫോട്ടോ. ഒന്നല്ല, കുറേ ഫോട്ടോ എടുത്തു. ഇന്നത്തെ ഒരു ട്രിപ്പ് എല്ലാവരും നന്നായി ആസ്വദിച്ചിട്ടുണ്ട്. കാടും പുഴയും ചരിത്രമുറങ്ങുന്ന ബംഗ്ലാവും പാടവും മ്യൂസിയവും ഉദ്യാനവും എല്ലാമായി ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങളും ഈ രീതിയിലൊന്ന് പോയി നോക്കൂ, സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.